വെറും പൗഡറും ഫെവിക്കോളും വെച്ചിട്ട് അടിപൊളിയായിട്ട് നമുക്ക് പെയിൻറ്റ് ഉണ്ടാക്കാം. ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു കോസി ക്രിയേറ്റ്. ഇതുപോലെ കുറച്ച് പൗഡറും ഫെവിക്കോളും ഉണ്ടെങ്കിൽ നമുക്ക് പെയിൻറ്റ് ഉണ്ടാക്കാം. കമോൺ ഗൈസ്, ആദ്യം കുറച്ച് പൗഡർ ഇട്ട് കൊടുക്കുക. കുറച്ചല്ല, കുറച്ചധികം. ഇങ്ങനെ ഓരോന്നൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. പൗഡറിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ തീരുമാനമാവും. അപ്പോൾ ബാക്ക് ടു നമ്മുടെ പരിപാടി. ഇനി കുറച്ച് ഫെവിക്കോൾ ഒഴിച്ചു കൊടുക്കുക. ഞാൻ ക്യാമലിൻ്റെ വൈറ്റ് ഗ്ലൂ ആണ് ഒഴിച്ചിട്ടുള്ളത്. കാര്യം ഫെവിക്കോൾ തീർന്നു പോയിട്ടോ. പിന്നെയാണെങ്കിൽ കുറച്ച് വെള്ളം കൂടി ഒഴിക്കുക. ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് വൈറ്റ് പെയിൻറ്റാണ്. ഇനി ഒരു പാലത്തിൽ മറ്റേത് ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് വൈറ്റ് പെയിൻറ്റാണ്. ഇനി ഇത് നമുക്ക് കളർ കൊടുക്കണം. ഇപ്പോൾ ഇത് കാണുമ്പോൾ എനിക്ക് ഇഡ്ഡലി പോലെയാണ് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ പെയിൻറ്റ് വെച്ച് പെയിൻറ്റ് ഉണ്ടാക്കുന്ന പരിപാടിയല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എടുക്കുന്നത് സ്കെച്ച് പെന്നിൻ്റെ ഉള്ളിലുള്ള ഈ സ്പോഞ്ച് സംഭവം ഇല്ലേ, അത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഉറ്റിച്ച് കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ അറ്റത്ത് കുറച്ച് വെള്ളമായി കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ കളർ വരും. ഇതിപ്പോൾ നമ്മുടെ കൈയിൻ്റെ കാര്യത്തിൽ നല്ല കളർഫുൾ കൈയായി കിട്ടും കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇതിന് പകരം മഞ്ഞ കളറിന് മഞ്ഞപ്പൊടി, വയലറ്റിന് ഉജാല, ബ്രൗണിന് കാപ്പിപ്പൊടിയൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. അങ്ങനെ കുറച്ച് പെയിൻറ്റൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. സോ ഇറ്റ്സ് ടെസ്റ്റിംഗ് ടൈം ഗൈസ്. ആദ്യം ഞാൻ ഇതുപോലെ പിങ്കാണ് അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അടിപൊളിയായിരുന്നു കേട്ടോ. പക്ഷേ വീഡിയോയിൽ അത്രയ്ക്ക് അങ്ങ് കാണുന്നില്ല. ഭയങ്കര ലൈറ്റ് കളറായിരുന്നു. എന്തായാലും പെയിൻറ്റിൻ്റെ നല്ല സ്മൂത്ത് ഫിനിഷും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതൊരു അടിപൊളി പച്ചയായിരുന്നു. ഇത് വീഡിയോയിലും കാണാൻ നല്ല രസമുണ്ടല്ലേ. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ കേട്ടോ. എന്തായാലും സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മുടെ ബ്ലൂ കളർ അടിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോയിൽ അത് പച്ചയും നീലയും എല്ലാം ഒരുപോലെ ഉണ്ട്. പക്ഷെ നല്ല അടിപൊളി ബ്ലൂ ആയിരുന്നു കേട്ടോ. ഇനി നമ്മൾ സ്കെച്ച് പെന്നിൻ്റെ കളർ യൂസ് ചെയ്തുകൊണ്ടാണെന്ന് തോന്നുന്നു പെയിൻറ്റ് നല്ല സ്മൂത്ത് ആയിരുന്നു കേട്ടോ. ഇത് പിന്നെ ഞാൻ ബ്ലൂ ടച്ച് ചെയ്തത് വെച്ചിട്ട് തന്നെ റെഡും കൂടി അടിച്ചപ്പം ആകെ പിങ്ക് പോലെ തന്നെ ഒരു കളറായിപ്പോയി. അതൊന്നും കുഴപ്പമില്ല. എന്തായാലും നമ്മുടെ ഹാൻഡ് മെയ്ഡ് കളേഴ്സ് അടിപൊളിയാണ്. ഡെഫിനറ്റ്ലി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ ഈ പിങ്ക് അവിടെ കാണുന്ന പോലും ഇല്ല. അതുകൊണ്ട് ഒന്നുകൂടെ ജസ്റ്റ് വീഡിയോയിൽ കാണാൻ വേണ്ടിയിട്ട് മെയിലിൽ അടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ പെയിൻറ്റ് റെഡിയായി. പിന്നെ കൈകളൊക്കെ നല്ല വൃത്തിയായി. അത്രയേ ഉള്ളൂ. ടാറ്റാ.